അപ്പൊ അതിരാവിലെ 10 മണിക്ക് ഇമ്മള് കുറേ വാഴകള് വാഴ 2 സിനിമ കാണാൻ വന്നേക്കുവാണ്. ഇഷ്ടം പോലെ വാഴകൾ വേറെ ഉണ്ടായിരുന്നു കേട്ടോ. വാഴ 2 ട്രെയിലർ കണ്ടപ്പോൾ അത്ര വലിയൊരു ഹൈ ഒന്നും ഉണ്ടായിരുന്നില്ല. വാഴ 1ന്റെ ഷാഡോയിൽ നിൽക്കുന്ന ഒരു പടം അത്രേ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ. അത്ര വലിയൊരു ഹൈപ്പൊന്നും ബുക്കിങ്ങിലോ തിയേറ്ററിലോ ഒന്നും കാണാനും സാധിച്ചില്ല. പക്ഷേ വാഴ യൂണിവേഴ്സ് മൂവി പോലെ സൗഹൃദവും കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ഇണക്കവും പിണക്കവും അടിയും മിടിയും വിജയപരാജയങ്ങളും നൊമ്പരങ്ങളും ഒക്കെ റീക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫീൽ ചെയ്യിപ്പിക്കാനോ ഒക്കെ പടത്തിന് നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. പടത്തിന്റെ ഏറ്റവും വലിയ ഫ്രഷ്നെസ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹാഷിർ ടീമാണ്. അതുപോലെ തന്നെ നമ്മുടെ അമീനായിട്ടുണ്ടാകുന്ന ക്ലാഷുകൾ, നമ്മുടെ യുറേക്കയിലെ ഉണ്ണി നമ്പൂരി, ഇങ്ങനെ നിരവധി യൂട്യൂബർമാർക്ക് സിനിമയിൽ ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവരത് ഭംഗിയായിട്ട് ചെയ്തിട്ടുമുണ്ട്. നമ്മുടെ ഫാദർ ഇപ്രാവശ്യം നമ്മുടെ സുധീഷും ബിജുക്കുട്ടനും ഒക്കെയുള്ള ഫാദർ ഗ്യാങ്, കുട്ടേട്ടനായി വന്ന നമ്മുടെ പ്രിയം സിനിമയിലൊക്കെയുള്ള അരുണും, ജയ ജയ ഹേയിലുള്ള നമ്മുടെ ബേസലിന്റെ അമ്മയായിട്ട് വരുന്ന ആ ചേച്ചിയുടെ ഉമ്മുമ്മ വേഷവും, പിന്നെ മദർ ഗ്യാങ് ഒക്കെ അങ്ങോട്ട് പൊളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു 3 മണിക്കൂറിൻ്റെ അടുത്ത സിനിമ ഉണ്ട്. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ 3 മണിക്കൂർ പോയതറിഞ്ഞില്ല. വിശപ്പില്ല, ദാഹമില്ല, മനസ്സിങ്ങനെ നിറഞ്ഞു നിൽക്കുക. ഫസ്റ്റ് ഹാഫിൽ ചിരിച്ചു മറിയാനുള്ള സംഭവങ്ങൾ നമ്മുടെ റൈറ്റർ വിപിൻ ദാസ് എഴുതി വെച്ചിട്ടുണ്ട്. അതൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ എടുത്തു വെക്കാൻ പുതിയ ഡയറക്ടർ സവിൻ എസ്ഐക്കും ആയിട്ടുണ്ട്. ദൃശ്യം 2 ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൃശ്യം 3-കൊപ്പം ഇങ്ങനെ ഒരു വാഴ വെക്കാൻ കഴിയുന്ന മൂപ്പര് സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല എന്ന് എടുത്തു പറയുന്നത് ഒരു ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ സ്കൂളാണ്. നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത നമ്മുടെ സ്കൂളാണ് സിനിമയിലെ പ്രധാന കഥാപാത്രം. സ്കൂൾ കുന്തളിപ്പ്, നമ്മുടെ ബാത്റൂമിൽ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ, നമ്മളെ ബാത്റൂം കലകൾ, നമ്മളെ ക്രഷ്, വൺ സൈഡ് ലവ്, ടീച്ചർമാർ ലവ് പൊക്കുന്നത്, ഫോൺ പൊക്കുന്നത്, CD പൊക്കുന്നത്, ഇങ്ങനെയൊന്നും നമുക്ക് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്ന ആ സംഭവങ്ങളൊക്കെ നല്ലൊരു കണ്ടന്റായിട്ട് ഇതിൽ വെച്ചിട്ടുണ്ട്. എല്ലാവരും സ്കൂളിലും ഉണ്ടാവും പേടിപ്പെടുത്തുന്ന അടിയനായിട്ടുള്ളൊരു മാഷ്. ആ മാഷായിട്ടാണ് വിജയ് ബാബു. ഈ സിനിമയിൽ അടിപൊളിയായിട്ട് അങ്ങനെ ഒരു റോൾ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു അധ്യാപകൻ ഉണ്ടാവും അല്ലേ? പിള്ളേരുടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അവരോടൊപ്പം നിൽക്കുന്ന അധ്യാപകൻ. അജു വർഗീസാണ് ഈ സിനിമയിൽ അങ്ങനെ ഒരു റോൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം നമ്മുടെ ചങ്കായി മാറുക, പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ സിസ്റ്ററിനോട് ലവ് തോന്നുക, നൊസ്റ്റാൾജിയന്റെ ടോപ്പ് ഗിയറിൽ നമ്മൾ എത്തിക്കുന്ന എല്ലാ പരിപാടികളും സിനിമ അടിപൊളിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സംസാരിക്കാന്ന് വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടല്ലോ ഒരു ലഹരി അനുഭവം എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ സ്കൂളിനടുത്തുള്ള ഒരു കട, ആ കട ചുറ്റിപ്പറ്റി ഉണ്ടാകുന്ന ചില ലഹരി പരിപാടികൾ, അവരുടെ സൗഹൃദം, അങ്ങനെ ഒരു ചേട്ടൻ എല്ലാവർക്കും ഉണ്ടാവും തോന്നുന്നു അല്ലേ? ആ ചേട്ടനായി, അതായത് കുട്ടേട്ടനായിട്ടാണ് അരുൺ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇവിടുത്തെ ലഹരി ഡീലർ. ലഹരിക്കെതിരെ ഒരു ചെറിയ സന്ദേശം തന്നിട്ട് അവർ വെറുപ്പിക്കില്ല, പക്ഷെ ചെറിയൊരു സന്ദേശം നൽകാൻ സിനിമയ്ക്കായിട്ടുണ്ട്. പ്രശ്നമുണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ഇവിടെ പോലീസാണല്ലോ വരുന്നത്. കഴിഞ്ഞ വാഴ ബേസിൽ വന്ന പോലെ ഇത്തവണ അൽഫോൺസ് പുത്രനാണ് വരുന്നത്. അദ്ദേഹത്തിനാണെങ്കിൽ സ്റ്റൈലിൽ പ്രേമത്തിലെ ഡയലോഗൊക്കെ കോർത്തിണക്കി റോള് ഗംഭീരാക്കാൻ പറ്റിയിട്ടുണ്ട്. +2 കഴിഞ്ഞ ഉടനെ വീടും പറമ്പും പുരയിടവും ഒക്കെ കെട്ടിപ്പെറുക്കി വിറ്റ് എങ്ങനെങ്കിലും കടം വാങ്ങി UK പോകുന്നൊരു ട്രെൻഡ് ഓൾമോസ്റ്റ് ഓവറായിട്ടുണ്ട്. എന്നാലും അതിനെ ഒന്ന് നോക്കിവിടാനും അവർ നേരിടുന്ന പ്രശ്നങ്ങളെയൊക്കെ കാണിക്കാനും പടത്തിനായിട്ടുണ്ട്. അജിൻ വിനായക്, അലൻ ഹാഷിർ എന്നിങ്ങനെ അതേ പേരിലാണ് സിനിമയിലും ഇവർ വന്നിരിക്കുന്നത്. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെറുപ്പത്തിലുള്ള എത്രയോ നൊസ്റ്റാൾജിക് രംഗങ്ങൾ ഇങ്ങനെ സിനിമയിൽ വന്നു പോകും. മീൻ വളർത്തുന്നത്, ആ മീൻ ചത്തുപോകുന്നത്, നമ്മൾ എങ്ങനെയെങ്കിലും നനഞ്ഞു പോയാൽ ഫ്രണ്ട്സിനെയും നനയ്ക്കുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ സിനിമയിൽ വന്നു പോകും. കൊല്ലം ജില്ലയിൽ നടന്ന പപ്പടലഹളയെ നന്നായിട്ട് ഈ സിനിമ ഒന്ന് ഊക്കി വിടുന്നുണ്ട്. നമ്മുടെ വാഴയിലെ 2 പാട്ടുകൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട് കേട്ടോ. അതിലെ ഹൃദയമുറിയും എന്ന പാട്ട് ശരിക്കും നമുക്കൊരു നോവ് മനസ്സിൽ തരും. അങ്ങനെ നോവോട് കൂടി തിയേറ്റർ വിടാൻ സമ്മതിക്കാതെ പിള്ളേരും കൂടി വന്ന് ലാസ്റ്റ് ഗംഭീര അടിയോടുകൂടിയാണ് അവസാനിക്കുന്നത്. കൂടുതൽ പറഞ്ഞാൽ കഥേൻ്റെ ഒരു ക്രക്സ് അങ്ങ് പോയി പോകും. അപ്പം നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി പടം കണ്ട് കമൻറ്റ് ചെയ്യൂ. അപ്പം ശരി, അടുത്ത വീഡിയോയിൽ കാണാം.